മനസ്സിലായി. ഈ ജീവപ്രപഞ്ചത്തെ നയിക്കുന്ന 6 ശക്തികളാണ് മണ്ണ്, ജലം, വായുവിനാൽ സ്ഥിതി ചെയ്യുന്ന ജൈവപ്രപഞ്ചത്താൽ സ്ഥിതി ചെയ്യുന്ന സസ്യലോകവും ജന്തുലോകവും, പിന്നെ അഗ്നിയും ആകാശവും. ഇതാണ് ഷഡ്ഭാവങ്ങൾക്ക് കാരണമാകുന്ന, ഋതുക്കൾക്ക് കാരണമാകുന്ന 4 ദ്രവ്യശക്തികളും 2 ജൈവശക്തികളും ചേർന്ന് 6 ശക്തികൾ. ദ്രവ്യശക്തികൾ എന്ന് പറഞ്ഞാൽ മണ്ണ്, ജലം, അഗ്നി, ആകാശം. ജൈവശക്തികൾ എന്ന് പറഞ്ഞാൽ ജീവന് ഉള്ള ശക്തികൾ എന്ന് പറഞ്ഞാൽ വായുവിൽ നിറഞ്ഞിരിക്കുന്ന സസ്യലോകവും ജന്തുലോകവും. വൈഷ്ണവ ശക്തിയും ലക്ഷ്മിയുടെ ശക്തിയും ചേർന്നിട്ടാണ് 2 ജൈവശക്തികൾ, 4 ദ്രവ്യശക്തികൾ. ഇത് ചേരുമ്പോഴാണ് 6 ഋതു ശക്തികൾ ഉണ്ടാകുന്നത്. ഇത്രയും പിടികിട്ടിയില്ലേ? ഇത്രയും സിമ്പിൾ. അതെ, 6 ഋതുശക്തികൾ ജലത്തിന്റെ ആ ജൈവ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഷഡ്ഭാവങ്ങളായി മാറുന്നു, ഷഡ്ഭാവങ്ങൾക്ക് കാരണമാകുന്നു. അഗ്നിയും ആകാശവും മണ്ണും ജലവും സസ്യലോകവും ജന്തുലോകവും ചേർന്ന ഈ പ്രതിഭാസമാണ് ജലത്തിന്റെ പരിണാമത്തിനും പരിമാണത്തിനും കാരണമാകുന്ന വസ്തുതയാകുന്നത്, ജലത്തെ ജീവനുള്ളതാക്കുന്നത്, സത്യത്തെ പരമസത്യമായിരിക്കുന്ന വൈഭവമാക്കുന്നത്, ജീവനാക്കുന്നത്. ജലത്തെ ഋതുഭാവങ്ങളിലൂടെ നയിക്കുന്നത്. അതെ, ജലത്തിന്റെ പരിണാമത്തിന്, ജീവന്റെ പരിണാമത്തിന് കാരണമാകുന്ന വസ്തുതയാകുന്നതും ജീവനെ ജനിപ്പിക്കുന്നതിനും മറയ്ക്കുന്നതിനും മാറ്റുന്നതിനും കാരണമാകുന്ന വൈഭവമാകുന്നതും ഈ ശക്തികളാകും. ജനനത്തിന് കാരണമായിരിക്കുന്ന ശക്തി അഗ്നിയാണ്, മരണത്തിന് കാരണമായിരിക്കുന്ന ശക്തി ആകാശമാണ്.